Shalom and blessings, everyone. Welcome to yet another video of Voice of Aleph. നമ്മൾ ഇതുവരെ ഹീബ്രു ആൽഫബറ്റ്സിൽ 1 മുതൽ 10 വരെയുള്ള ലെറ്റേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് 11ാമത്തെയും 12ാമത്തെയും ലെറ്റേഴ്സായ കഫും ലാമേഡുമാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഹീബ്രുവിലെ 11ാമത്തെ ലെറ്ററാണ് കഫ്. കഫ് എന്ന അക്ഷരത്തിൻ്റെ പിക്ടോഗ്രാഫ് ഒരു തുറന്ന കൈ പോലെയാണ്. സ്വീകരണത്തിന് തയ്യാറായിരിക്കുന്ന അല്ലെങ്കിൽ ഇച്ഛാശക്തി, കരുണ, കൈകൊടുക്കൽ എന്നിവയും ഇതിൻ്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നു. കഫിനെ ഒരു പാത്രം, സ്പൂൺ, തളിക തുടങ്ങിയവയെ സൂചിപ്പിക്കാൻ ഹീബ്രു ശാസ്ത്രം ഉപയോഗിച്ചിരുന്നു. കഫിൻ്റെ പിക്ടോഗ്രാഫിൽ ഒരു തുറന്ന കൈ അല്ലെങ്കിൽ ഒരു കൈപ്പത്തി, റിസീവിങ് ഹാൻഡ് പോലെ നമുക്ക് കാണാം. 11ാമത്തെ അക്ഷരമായ കഫിൻ്റെ ജെമട്രിയ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പിക്ചർ പോലെ ഏർലി ഹീബ്രു, മിഡിൽ, ലേറ്റ് ആൻഡ് മോഡേൺ ഹീബ്രുവിൽ കഫിൻ്റെ പലതരത്തിലുള്ള രൂപമാറ്റങ്ങൾ കാണാൻ കഴിയുന്നതാണ്. പിക്ചറിൽ കാണുന്നത് പോലെ ഒരാൾ കൈ നീട്ടുമ്പോൾ ലഭിക്കുന്ന ഒരു ആകൃതിയാണ് ഇതിൻ്റെ ഒരു പിക്ടോഗ്രാഫ് രൂപം. കഫ് എന്ന വേർഡ് കഫും പേവും ചേർന്നതാണ്. ഈ വാക്ക് സ്പൂൺ അല്ലെങ്കിൽ ഡിഷ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ലാമേഡ് എന്ന അക്ഷരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലാമേഡിൻ്റെ അർത്ഥം ഷെപ്പേർഡ്, സ്റ്റാഫ് ഓർ ടീച്ച്, ടു ഓർ ഫ്രം. ഇടയൻ്റെ വടിയാണ് ലാമേഡ് എന്ന അക്ഷരത്തിൻ്റെ പിക്ടോഗ്രാഫ്. ഇത് പഠിപ്പിക്കുക, നയിക്കുക, കൺട്രോൾ ചെയ്യുക, വഴി കാണിക്കുക, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുക എന്നതും ഉൾപ്പെടുന്നു. ഇടയൻ തൻ്റെ കൊമ്പ് ഉപയോഗിച്ച് ആടുകളെ നിയന്ത്രിക്കുന്നു, നയിക്കുന്നു, സംരക്ഷിക്കുന്നു. അതുപോലെ ഈ അക്ഷരം ജ്ഞാനത്തെയും ഗുരുവിൻ്റെ ഉപദേശത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ലാമേഡ് എന്ന അക്ഷരത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. ലാമേദിൻ്റെ ആദ്യ രൂപം ഇടയൻ്റെ ഒരു കൊമ്പ് പോലെയായിരുന്നു, ഇടയൻ്റെ വടി പോലെയായിരുന്നു. ഇത് കൂടുതൽ കോംപ്ലക്സ് ആയ രൂപത്തിലേക്ക് പിന്നീട് വികസിച്ച്, പക്ഷേ ഇപ്പോഴും ആടുകളെ ഓടിച്ച് നയിക്കുന്നതായിട്ട് ബന്ധമുള്ളതുപോലെ കാണാൻ കഴിയുന്നതാണ്. ഇത് മറ്റക്ഷരത്തേക്കാൾ ഉയരമുള്ളതുമായിട്ടാണ് വരച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ലാമേദ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക, നയിക്കുക, വളർത്തുക എന്നതിൻ്റെ ഒരു ദൈവിക അർത്ഥമാണ്. ലാമേദ് എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് ലാമേദ് എന്ന അക്ഷരം ഉണ്ടായത്. ലാമേഡ് എന്ന വാക്ക് ലാമേഡ്, മെം, ഡാലത്ത് എന്നീ 3 അക്ഷരങ്ങളിൽ വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്ക് എഴുതുമ്പോൾ കിട്ടുന്നതാണ് ലാമേഡ് എന്ന വേർഡ്. ഈ വാക്കിൻ്റെ അർത്ഥം പഠിപ്പിക്കുക എന്നതാണ്. അതായത് ഉപദേശിക്കുക, തെറ്റുകൾ തിരുത്തുക, വഴി കാണിക്കുക എന്നൊക്കെയാണ്. ചിത്രത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ കൈയുടെ അറ്റത്ത് ഒരു കൊമ്പ് പിടിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുക ഒരു ഇടയൻ്റെ കൊമ്പിൽ നിന്ന് എങ്ങനെയാണ് ലാമേഡ് എന്ന അക്ഷരം ഇപ്പോൾ കാണുന്ന മോഡേൺ ഹീബ്രുവിൽ, അതായത് പ്രിൻ്റഡ് ആയിട്ടുള്ള അക്ഷരം വന്നതെന്ന്. ഈ വീഡിയോയിൽ ഹീബ്രുവിലെ 11ാമത്തെയും 12ാമത്തെയും അക്ഷരത്തിൻ്റെ ഒരു ചെറിയ ഒരു പരിചയപ്പെടൽ മാത്രമായിരുന്നു. ഇനിയുള്ള വീഡിയോയിൽ ഇതിൻ്റെ ആത്മീക അർത്ഥങ്ങളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.